ഹലോ ഗൈസ്, ഇന്നിപ്പോൾ ഒരു കോളേജ് വ്ളോഗ് ആയാലോ. കുറേ നാളായാലും ഒരു കോളേജ് വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ട്. നമുക്ക് ഫസ്റ്റ് പീരീഡ് ക്ലാസ് തന്നെ വിനോദ് സാറിൻ്റെ ആർക്കിയോളജി ആയിരുന്നേ. അത് കഴിഞ്ഞിട്ടൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കോളേജിൽ വെച്ച് ഇന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോകുവാണ്. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ പാർവതി എന്നോട് എടുത്തു പറഞ്ഞായിരുന്നു എൻ്റെ മുഖമൊക്കെ ഒന്ന് കാണിച്ചേക്കണമെന്ന്. അതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ 5th സെം എക്സാം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളേ. അത് കാരണം തന്നെ എല്ലാവരും വീട്ടിലാണ്. ഞാൻ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. കോളേജിലാണെങ്കിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ വന്നിട്ടുള്ളേ. കോളേജ് ഓരോരോ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഇരിക്കണ്ടല്ലോ, പ്രോഗ്രാമിന് പോയി ഓഡിറ്റോറിയത്തിൽ ഇരുന്നാൽ മതിയല്ലോ. ഒരു 11 മണിയൊക്കെ ആയപ്പോഴേ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പക്ഷെ നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ ഒത്തിരി താമസിച്ചു കേട്ടോ. കാരണം ഗസ്റ്റുകൾ വരാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിരുന്നേ. 30 സെക്കൻഡ് ആ റീല് കണ്ട് ശീലിച്ച് ഞങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ലാത്ത കാരണം പിന്നെ യൂണിയനിലെ പിള്ളേരൊക്കെ ഡാൻസ് കളിച്ചാണ് ഞങ്ങൾ നടക്കിയിരുത്തിയത്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഗസ്റ്റുകൾ വന്നത്. അപ്പോൾ ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരൊക്കെയാന്ന് പറഞ്ഞില്ലല്ലോ. മഴവിൽ മനോരമയ്ക്കകത്ത് മറിമായ എന്ന് പറഞ്ഞ പ്രോഗ്രാം അറിയാവോ? അതിനകത്ത് മഞ്ജു പത്രോസും അതേപോലത്തെ സ്നേഹ ശ്രീകുമാറൊക്കെ ആയിരുന്നു വന്നിരുന്നത്. മലയാള മനോരമയുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു ഹോർത്തസ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺചിരിയുടെ പഞ്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആയിരുന്നു. ഒരു പാനൽ ചർച്ചയായിരുന്നു മെയിനായിട്ട്. പാനൽ ചർച്ച മെയിനായിട്ട് ലീഡ് ചെയ്തത് RJ ശാലിനിയാണ്. അതേപോലെ മുഖ്യ അതിഥിയായിരുന്നു പിന്നെ ഡയാന സിൽവസ്റ്റർ. പണ്ടൊക്കെ 90s സിനിമാല എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏഷ്യനെറ്റിൽ. അതിൻ്റെ ഡയറക്ടറാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ഡയറക്ടർ പദവിയൊക്കെ അതേപോലെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റി. മാത്രമല്ല ഇവരെല്ലാം ഭയങ്കര സ്വീറ്റായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.